ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. ആര്യാടൻ ഷൗക്കത്ത് വലിയ പ്രകടനമായി എത്തി, അവിടെ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. പ്രചാരണം ഇപ്പോൾ എങ്ങനെ പോകുന്നു? സുജ, തീർച്ചയായും UDF നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മുതൽക്കേ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തിയിരുന്ന ഒരു മുൻകൈ അത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും നിലനിർത്തിയെന്നുള്ളതാണ്. ഈ പ്രധാന മുന്നണികളുടെ ഭാഗമായി ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. മുന്നണി UDF ആണ്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പോക്ക് നമ്മൾ കണ്ടതാണ്. അത് അക്ഷരാർത്ഥത്തിലൊരു ശക്തിപ്രകടനമാക്കി മാറ്റാനുള്ള പൂർണ്ണമായ ശ്രമങ്ങൾ UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ തന്നെയായിരുന്നു UDF സംഘടിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ മുന്നിൽ അണിനിരുന്നത് UDFലെ യുവ നേതാക്കളാണ്. യുവനിരയിലെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ തന്നെയാണ് ഈ റോഡ് ഷോയിൽ അണിനിരുന്നത് ഏറ്റവും പ്രധാനമായും എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഈ ജനത്തിരക്ക്, വലിയ രീതിയിലുള്ള ജനസാഗരം അവിടെ കണ്ടിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേർന്നാണ് ആ റോഡ് ഷോ സംഘടിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സമയം വൈകി പോകുന്ന സാഹചര്യമൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യമായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക ഈ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ചു. അതിനുശേഷം മാത്രമേ ഇനി ബാക്കിയുള്ളവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കുകയുള്ളൂ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽക്കേ തന്നെ UDF നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ ഇനി എതിർ സ്ഥാനാർത്ഥികളായി ആര് വന്നാലും എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയായാലും വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് UDF ക്യാമ്പ് നിലവിലുള്ളത്. അതുപോലെ സംസ്ഥാന സർക്കാരിനെതിരായ ജനരോഷം അത് ഇരമ്പുക തന്നെ ചെയ്യും ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അത് വോട്ടായി മാറി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായി വരും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലാണ്. ഇവിടെ നിന്നും ഇപ്പം ഒരു 5 മിനിറ്റ് മുൻപാണ് ആര്യാടൻ ഷൗക്കത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം പോയിരിക്കുന്നത് മുണ്ടക്കുളത്തേക്കാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിക്കാനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോയിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. അവിടെ എത്തി ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഷെഡ്യൂൾഡ് പരിപാടികളൊന്നും ഇന്ന് UDF സ്ഥാനാർത്ഥിയുടേതായി ഇന്നുണ്ടാകില്ല. ഇന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് തന്നെയായിരിക്കും വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മണ്ഡലത്തിലേക്ക് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. കഴിഞ്ഞ ദിവസം ഒരു കടുവ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിന്റെ ഭാഗമായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെ എത്തി ജനങ്ങളോട് സംസാരിക്കുന്നതും പ്രശ്നത്തിന് പരിഹാരം ഉറപ്പു നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ആ രീതിയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും UDFും ആര്യാടൻ ഷൗക്കത്തും പൂർണ്ണ സജ്ജമാണ്. പൂർണ്ണ ആവേശത്തിൽ തന്നെയാണ് എന്തായാലും മണ്ഡലത്തിൽ UDF ഉള്ളത്. മറ്റു പല വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നിരുന്നു. മറ്റു പല വിധത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിലും അതിനൊക്കെ രാഷ്ട്രീയ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്തായാലും പ്രചരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും ഒരു ഭാഗത്ത് റോഡ് ഷോ, മറ്റൊരു ഭാഗത്ത് പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടുകൊണ്ടുള്ള പ്രചാരണം തുടരുകയാണ് ആര്യാടൻ ഷൗക്കത്ത്.